കോഴിക്കോട് ലൈറ്റ് മെട്രോ വരാത്തതിന് കാരണം പദ്ധതിയിൽ നിന്ന് DMRCയെ ഒഴിവാക്കിയതാണെന്ന് ഇ ശ്രീധരൻ. കേരളത്തിൽ വികസനം മുരടിപ്പാണ്, പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്ന് ഇ ശ്രീധരൻ വിമർശിച്ചു. കൊച്ചി മെട്രോ DMRC ഇല്ലെങ്കിൽ കൊച്ചി മെട്രോ വരുന്നവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കോഴിക്കോട് മെട്രോ എല്ലാം സഹായിച്ച് ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കി DMRC ഇവിടെ ആവശ്യമില്ല, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും, ഞങ്ങൾക്ക് അതിൻ്റെ PWD ഉണ്ട് എന്നെല്ലാം വലിയ വീരവാദം തുടക്കിയിട്ട് DMRC പുറത്ത്. സൂരജ് സജിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് അധികം എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു? ഉന്മേഷി, കേരളത്തിന്റെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേർന്ന ഈ BJPയുടെ യോഗമാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം വികസന രേഖ ചർച്ച ചെയ്യൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ DMRCയുടെ ഇടപെടലാണ്. DMRC ഇല്ലായിരുന്നുവെങ്കിൽ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകില്ലായിരുന്നു. തുടർന്നാണ് ഈ കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ ചുമതലയിലേക്ക് DMRC എത്തുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. കോഴിക്കോട് ലൈറ്റ് മെട്രോ വരാത്തതിന് കാരണം DMRC ഒഴിവാക്കിയതിന് കാര്യം കൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ വിമർശനത്തിൽ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ പല പദ്ധതികളും വികസന പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിൽ കൊണ്ടുവന്ന പല പ്രൊജക്ടുകളും നിർത്തിവെച്ചതിന് പിന്നിൽ ഇത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഉന്മേഷ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്.